ഹായ്, ഞാൻ വിദ്യ. ഹരിതം ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിൽ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വളരെയധികം വർദ്ധിച്ചു വരികയും നമ്മൾ പ്രധാനമായും ശ്രദ്ധ കൊടുക്കേണ്ടതുമായിട്ടുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ. ഓട്ടിസം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് പരിചയമുള്ളൊരു വേർഡാണല്ലേ. എന്നാൽ നമുക്ക് പാരൻസിന്, കുട്ടികൾക്ക് അത് എങ്ങനെയാണ് അത് തിരിച്ചറിയാമെന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്കിപ്പോഴും ഡൗട്ടാണ്. ഓട്ടിസം എന്ന് പറയുന്നത് ഒരു ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡറാണ്. എന്താണ് ഒരു ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡർ? ഇതെന്ന് പറയുന്നത് നമ്മുടെ നോർമലായിട്ടുള്ള ഒരാളുകൾക്ക് ഒരു കൃത്യമായ രീതിയിൽ നമ്മളെ ബ്രെയിനിനെ വയർ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. എന്നാൽ ഈ ഓട്ടിസം ഉള്ള ആളുകൾക്ക് അത് കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും അവരുടെ ബ്രെയിനിലെ ഓരോ കാര്യങ്ങളും ഫങ്ഷൻസും ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡർ എന്ന് പറയുന്നത്? നമുക്ക് എല്ലാവർക്കും ഓരോ സെൻസ് ഓർഗൻസ് ഉണ്ട് അല്ലേ. ചെവി, കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, നമ്മുടെ ബോഡി ബാലൻസ്, ബോഡി പോസ്റ്റേഴ്സ്, ഇങ്ങനെ കുറേ സെൻസറി ഓർഗൻസ് ഉണ്ട് നമുക്ക്. ഈ ഓർഗൻസിൽ നിന്നൊക്കെ നമുക്ക് പുറത്തുനിന്ന് വരുന്ന ഇൻഫോർമേഷൻസ് നമ്മൾ ബ്രെയിനിലേക്ക് എത്തിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു അനുഭവം അനുഭവപ്പെടുന്നത്. ഈ സെൻസറി ഓർഗൻസിൽ നിന്ന് നമുക്ക് ഇൻഫർമേഷൻസ് ബ്രെയിനിലേക്ക് എത്തിക്കുന്ന കുറച്ച് ഞരമ്പുകളുണ്ട്. അതിനെയാണ് നമ്മൾ ന്യൂറോൺസ് എന്ന് പറയുന്നത്. ഈ ന്യൂറോൺസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഈ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികൾക്ക് അവരുടെ ഫങ്ഷൻസിനൊക്കെ എവിടേക്കോ കുറച്ച് ഡിഫിക്കൽട്ടീസ് വരുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിനുകൊണ്ടാണ് നമ്മൾക്ക് ഓരോ നോർമലായിട്ടുള്ള പീപ്പിളിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമുക്കൊക്കെ സെൻസറി പ്രോസസ്സിംഗ് ഒക്കെ ഒരേപോലെയാണ്. എന്നാൽ ഇവർക്ക് വ്യത്യാസമായിട്ട് ഇവർക്ക് ഈ ന്യൂറോൺസിൻ്റെ പ്രവർത്തനങ്ങളിലൊക്കെ ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ ഡിഫിക്കൽട്ടീസ്, ഡിലേസ് ഒക്കെ വരുമ്പോഴാണ് അവിടെ അതൊരു ഡിസോർഡറായി മാറുന്നത്. ഇതൊരു ലൈഫ് ലോങ് കണ്ടീഷനാണ് ഓട്ടിസം എന്ന് പറയുന്നത്. അതായത് നമുക്കിതിനെ ക്യൂർ ചെയ്ത് മാറ്റാൻ സാധിക്കുന്നില്ല, എന്നാൽ നമുക്കിതിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിനൊരു പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ നേരത്തെ കുട്ടികൾക്ക് ഓട്ടിസം ഉണ്ടോ എന്ന് നിങ്ങൾക്ക് ഡൗട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്കൊരു പ്രൊഫഷണൽ ഹെൽപ്പ് തേടിയിട്ട് എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്നാണ് പറഞ്ഞത്. എന്താണ് ഈ സ്പെക്ട്രം എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? സ്പെക്ട്രം എന്ന് പറയുന്നത് ഓരോ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളും അവരുടെ ലക്ഷണങ്ങൾ കാണിക്കുന്നത് ഓരോ കുട്ടിയിൽ നിന്നും ഓരോ കുട്ടികളിലേക്ക് അത് വ്യത്യാസപ്പെട്ടിരിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ഓരോ കുട്ടികൾ കാണിക്കുന്ന ലക്ഷണങ്ങൾ അത് അവരെ എത്രത്തോളം ബാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര കാലത്തോളം അത് നിലനിന്ന് പോകുന്നുണ്ട് എന്നീ കാരണങ്ങളൊക്കെ വെച്ചിട്ട് അത് ഓരോ കുട്ടികളിൽ നിന്നും ഓരോ കുട്ടികളിലേക്ക് അത് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അതിനെ സ്പെക്ട്രം എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ്, നമുക്കൊരു ഡൗട്ട് ഉണ്ടാവും, എന്തൊക്കെയാണ് ഈ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികൾ കാണിക്കുന്ന ഈ ലക്ഷണങ്ങൾ എന്നാണ് നമുക്ക് നോക്കാം. അപ്പം അതിൽ നമുക്ക് മെയിനായിട്ട് അതിനെ 4ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനാണ്. ഈ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആശയവിനിമയം എന്ന് പറയുന്നത് ഇവർക്ക് ഒരു ബുദ്ധിമുട്ട് വരുന്ന ഒരു ഏരിയ ആണ്. അതായത് നമ്മൾ നോർമലായിട്ടൊരു കുട്ടി സംസാരിച്ച് തുടങ്ങേണ്ട ഒരു പ്രായമുണ്ട്, എന്നാൽ ആ പ്രായത്തേക്കാളും ഡിലേ ആയിട്ടായിരിക്കും ഇവർക്ക് സ്പീച്ചൊക്കെ അവർക്ക് വന്നു തുടങ്ങുന്നുണ്ടായിരിക്കാം. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ, നമ്മളൊരു ഇൻഫർമേഷൻ മറ്റൊരാൾക്ക് പാസ് ചെയ്യുന്നത് അവർക്ക് നമ്മുടെ ഇമോഷൻസൊക്കെ കൺവേ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ്. എന്നാൽ ഈ കുട്ടികൾ അവരുടെ പ്രോപ്പറായിട്ടുള്ള ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസൊക്കെ ഇവർക്ക് ഭയങ്കര ഡിഫിക്കൽട്ടി ആയിരിക്കും. അതുകൂടാതെ തന്നെ നമ്മുടെ ലാംഗ്വേജ് ഉപയോഗിക്കാതെ തന്നെ നമ്മൾ ബോഡി ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടും നമ്മൾ കമ്മ്യൂണിക്കേഷൻ പാസ് ചെയ്യാറുണ്ട്. അതായത് നമ്മളുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ഐ കോണ്ടാക്റ്റ്, നമ്മളുടെ സ്മൈല്, അങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ മുഖത്ത് നോക്കിയാൽ തന്നെ നമുക്ക് ആ ഒരു ആളുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ പറയാൻ പറ്റുമെന്ന് പറയാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ബോഡി ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഒക്കെ ഈ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികൾക്ക് ഡിഫിക്കൽട്ടീസ് ആയിരിക്കും. ഇനി അതുകൂടാതെ ഇവരിൽ മെയിനായിട്ട് പ്രശ്നം വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് എക്കോലാലിയ എന്ന് നമ്മൾ പറയും. അതായത് നമ്മൾ എന്താണോ ചോദിക്കുന്നത് അത് തന്നെ കുട്ടി റിപ്പീറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഇവർക്ക് കൂടുതലായിരിക്കും. ഈ അടുത്തൊരു ഏരിയ എന്ന് പറയുന്നതാണ് സോഷ്യൽ ഇൻട്രാക്ഷൻ, അഥവാ നമ്മളുടെ സാമൂഹികമായ ഇടപെടലുകൾ. മറ്റുള്ളവരുമായിട്ട് നമ്മൾ എങ്ങനെ നമ്മുടെ ഇമോഷൻസ് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എന്ന കാര്യങ്ങളൊക്കെ മറ്റുള്ളവരെ ഇങ്ങനെ അറിയിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മറ്റുള്ളവരോട് അത് നമുക്ക് പറയാനൊക്കെ ഈ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ ഈ കുട്ടി വളർന്നു വരുമ്പോൾ തന്നെ അവനുള്ള ഐ കോണ്ടാക്റ്റ്, മറ്റുള്ളവരെ മുഖത്ത് നോക്കി സംസാരിക്കുക അല്ലെങ്കിൽ ചിരിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഈ കുട്ടികൾക്ക് ഡിഫിക്കൽട്ടി ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ പേര് വിളിച്ചാൽ, നെയിം കോൾ റെസ്പോൺസ് എന്നാണ് പറയുക, പേര് വിളിച്ചു കഴിഞ്ഞാൽ അതിനോട് കുട്ടി റെസ്പോണ്ട് ചെയ്യാനുള്ള ആ ഒരു ടെൻഡൻസി ഈ കുട്ടികളിൽ കുറവായിരിക്കും. അതുകൂടാതെ തന്നെ ഇവർക്ക് എപ്പോഴും സോളിറ്ററി പ്ലേ, അതായത് ഒറ്റയ്ക്ക് ഇരുന്ന് കളിക്കാനാണ് ഇവർ കൂടുതലായിട്ടും പ്രിഫർ ചെയ്യുക. ഒരു ഗ്രൂപ്പിലൊക്കെ കൊണ്ടുപോയി ഇരുത്തി അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനൊക്കെ പറഞ്ഞാൽ ഇവർക്ക് കൂടുതലൊരു ഇറിറ്റേഷനൊക്കെ ആയിരിക്കും. ഇനി അടുത്തൊരു ഭാഗം എന്ന് പറയുന്നത് അവരുടെ പെരുമാറ്റം ആണ്, ബിഹേവിയർ എന്ന് പറയും. അതായത്
ഈ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികൾ എപ്പോഴും റിപ്പീറ്റേറ്റീവ് ആയിട്ടായിരിക്കും അവർ ചെയ്യുന്ന കാര്യങ്ങൾ, എപ്പോഴും ഒരു സെയിംനെസ് അവർ ചെയ്യുന്ന പ്രവൃത്തികളിലുണ്ടായിരിക്കും. അവരുടെ റുട്ടീൻ എപ്പോഴും അവർക്ക് കറക്റ്റായിരിക്കണം. അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ എന്തെങ്കിലും ആക്ടിവിറ്റി ഒക്കെ ചെയ്യുകയാണെങ്കിൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണത ഇവർക്ക് കൂടുതലായിരിക്കും. എന്ത് സാധനം അടുക്കി പെറുക്കി വെക്കുന്ന ഒരു സ്വഭാവം ഇവർക്കുണ്ട്. എന്ത് നമ്മൾ കളിക്കാൻ കൊടുക്കുകയാണെങ്കിലും അത് എപ്പോഴും ഒരു ഓർഡർ അനുസരിച്ച് ആയിരിക്കും ഇവർ വെക്കാൻ ഒരു പ്രവണത കൂടുതൽ. ഇനി അതുകൂടാതെ തന്നെ എപ്പോഴും ഇവരുടെ കയ്യിൽ ചില സാധനങ്ങളുണ്ടാകും. ഇപ്പോൾ വീൽസ് ആണെങ്കിലും എന്തെങ്കിലും ടോയ്സ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ കറങ്ങുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ ഫാൻ, ഇങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ സ്റ്റെയർ ചെയ്തുകൊണ്ട് നിൽക്കുക, അല്ലെങ്കിൽ എപ്പോഴും കയ്യിൽ എന്തൊരു സാധനം കിട്ടിയാൽ കറക്കിക്കൊണ്ടിരിക്കുക. ഇതൊക്കെ ഇവരുടെ ഒരു ബിഹേവിയറിൻ്റെ പാറ്റേണാണ്. ഇനി അടുത്തൊരു പാർട്ട് എന്ന് പറയുന്നത് അവരുടെ സെൻസറി പ്രോസസ്സാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെൻസറി പ്രോസസ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് ചില കാര്യങ്ങളോട് ഭയങ്കരമായിട്ട് അട്രാക്ഷൻ ഉണ്ടായിരിക്കും, ചില കളേഴ്സിനോട്. ഇവിടെ വരുന്ന ഭൂരിഭാഗം ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികൾക്കും ബ്ലൂ കളറിനോട് ഭയങ്കരമായിട്ടൊരു അട്രാക്ഷൻ കാണാറുണ്ട്. അതുപോലെ തന്നെ ചില നമ്പേഴ്സിനോട്, ചില ലെറ്റേഴ്സിനോട്. ഇപ്പോൾ ആൽഫബറ്റ്സിൻ്റെ ഒക്കെ ഒരു പസിൽസൊക്കെ ഉണ്ടെങ്കിൽ അതിൽ അവർക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പസിൽ എപ്പോഴും ഉണ്ടായിരിക്കും. എന്നിട്ട് ആ ലെറ്റർ എപ്പോഴും കൂടെ കൊണ്ട് നടക്കുന്ന ഒരു പ്രവണതയൊക്കെ ഇവർക്ക് കൂടുതലാണ്. ഇനി ഒരു കുട്ടികൾക്ക് ഓട്ടിസം വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഇപ്പോഴും റിസർച്ചേഴ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്പെസിഫിക് ആയിട്ടൊരു കാരണം കണ്ടെത്താനായിട്ട് ഇപ്പോഴും സാധിച്ചിട്ടില്ല. എന്നാലും മെയിനായിട്ട് ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികൾ കൂടുതലായിട്ടും ഇവർക്ക് ഓട്ടിസം വരാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് ജനറ്റിക് ആയിട്ടുള്ള കാരണങ്ങൾ തന്നെയാണ്. ഇപ്പോൾ നമ്മളുടെ ഒരു പാരമ്പര്യമായിട്ട് ഗ്രാൻഡ് പാരൻസിനോ പാരൻസിനോ ഓട്ടിസം ഉണ്ടെങ്കിൽ അത് അവരുടെ നെക്സ്റ്റ് ജനറേഷനിലേക്കും പാസ് ചെയ്യാനുള്ള ടെൻഡൻസീസ് ഇവർക്ക് കൂടുതലായിരിക്കും. അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ടൈമിൽ അമ്മയ്ക്കുള്ള പ്രഷർ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഡെലിവറി ടൈമിൽ ഉണ്ടായിരിക്കുന്ന എന്തെങ്കിലും കോംപ്ലിക്കേഷൻസൊക്കെ ഓട്ടിസത്തിലേക്ക് നയിക്കാനുള്ള ചാൻസസുകൾ കൂടുതലായിരിക്കും. ഇനി എന്തൊക്കെയാണ് ഈ ഓട്ടിസം ഉള്ള കുട്ടികളിൽ അവരുടെ സിവിയോറിറ്റി അനുസരിച്ച് അവരെ എങ്ങനെ ഡിവൈഡ് ചെയ്യാമെന്ന് നോക്കാം. ഓട്ടിസം മെയിനായിട്ട് മൈൽഡ്, മോഡറേറ്റ്, സിവിയർ. അത് മൈൽഡ് എന്ന് പറയുമ്പോൾ ചെറിയ തരത്തിലായിരിക്കും ഇവർക്ക് ഈ ഓട്ടിസം കാണിക്കുന്നുണ്ട് അവർ സിംറ്റംസൊക്കെ. എന്നാൽ സിവിയറിറ്റി കൂടുന്തോറും അവർക്ക് ഈ ലക്ഷണങ്ങളുടെ ആഘാതമൊക്കെ വളരെ കൂടുതലായിരിക്കും. ഇനി എങ്ങനെ ഈ ഓട്ടിസം ഉള്ള കുട്ടികളെ നമുക്ക് ട്രീറ്റ് ചെയ്ത് മാറ്റാം എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഈ ഓട്ടിസം ഉള്ള കുട്ടികളെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതിന് മെയിൻ ഒരു സക്സസ് എന്ന് പറയുന്നത് അവരുടെ ഏജ് തന്നെയാണ്. അപ്പം നമ്മൾ എത്രയും പെട്ടെന്ന് കുട്ടികൾക്ക് ഓട്ടിസം ആണ് എന്ന് നിങ്ങൾക്ക് ഡൗട്ട് തോന്നുകയാണെങ്കിൽ അവരെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നിങ്ങൾക്ക് ഡൗട്ട് തോന്നുകയാണെങ്കിൽ അവർക്ക് പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ്, ട്രീറ്റ്മെൻറ്റൊക്കെ കൊടുക്കേണ്ടത് ഒരു അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അവർക്ക് എത്രത്തോളം ആ ഒരു ഓട്ടിസം എന്ന ഡിസോർഡർ ബാധിച്ചിട്ടുണ്ട് എന്നതും അതിൻ്റെ സക്സസ്സിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. മൂന്നാമതായിട്ട് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പാരൻ്റൽ ട്രെയിനിങ് തന്നെയാണ്. അതായത് നമ്മളിപ്പോൾ എവിടെയായാലും നിങ്ങളൊരു തെറാപ്പി എടുക്കുമ്പോൾ പാരൻസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ആ തെറാപ്പിയിൽ എപ്പോഴും കൂടെ ഉണ്ടായിരിക്കണം. അവർക്ക് ഇവിടുന്ന് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങളാണെങ്കിലും അവർക്ക് അത് വീട്ടിലേക്ക് അത് നിങ്ങൾ ഹോം ട്രെയിനിങ് ആയിട്ട് കൊടുക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ ഓരോ വീട്ടിലെ ആക്ടിവിറ്റീസ്, വെജിറ്റബിൾസ് പെറുക്കിയിടാൻ, സോർട്ട് ചെയ്യാൻ, ഇങ്ങനത്തെ കുറേ ആക്ടിവിറ്റീസിലൊക്കെ അവരെ ഇൻവോൾവ് ചെയ്യിക്കുകയാണെങ്കിൽ അതൊക്കെ ഒരു ഹോം ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിരിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് കുറച്ചുകൂടിയൊക്കെ അവരെ ഇമ്പ്രൂവ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നതായിരിക്കും. ഒരു പാരൻ്റൽ ട്രെയിനിങ് കിട്ടുന്ന കുട്ടികളെയും അല്ലാത്ത കുട്ടികളെയും നമുക്ക് കണ്ടാൽ തന്നെ തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ പാരൻ്റൽ ഇൻവോൾവ്മെൻറ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ. ഇനി നമുക്ക് ബിഹേവിയർ തെറാപ്പി കൂടെ എങ്ങനെ ഓട്ടിസത്തെ മാറ്റിയെടുക്കാമെന്ന് നോക്കാം. നിങ്ങളുടെ കുട്ടികളിൽ നിങ്ങൾ ഇത്തരം ലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങുകയാണെങ്കിൽ, ഏർലി സ്റ്റേജിൽ തന്നെ കണ്ടു തുടങ്ങുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളൊരു പ്രൊഫഷണൽ ഹെൽപ്പ് തേടേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൂടാതെ തന്നെ നമ്മൾ എടുത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഡൗട്ട് ഉണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് കൊണ്ടുവരികയാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഓട്ടിസത്തിൻ്റെ ചില ടെസ്റ്റുകളുണ്ട്, ആ ടെസ്റ്റുകളൊക്കെ ചെയ്യും. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ പാരൻസിനോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് കുട്ടിയെ നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടൊക്കെയാണ് ഈ ടെസ്റ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ടെസ്റ്റിൽ കൂടെ നമുക്ക് എത്രത്തോളം മൈൽഡാണോ, മോഡറേറ്റ് ആണോ, സിവിയർ ആണോ അവരുടെ ഓട്ടിസത്തിൻ്റെ ആ ഒരു സിവിയറിറ്റി എന്ന് നോക്കിയിട്ട് അതിൽ ഏതാണെന്ന് നോക്കിയിട്ട് ആ സിംറ്റംസിനെ നമ്മൾ സോർട്ട് ചെയ്തിട്ട് അതിൽ നമ്മൾ ഗോളാക്കി വെക്കും. ഏത് സിംറ്റമാണോ അവർക്ക് ഡിഫിക്കൽട്ടി ആയിട്ട് നിൽക്കുന്നത് ആ സിംറ്റംസിനെ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് അതിനെയാണ് നമ്മളൊരു ഗോളാക്കി വെച്ചിട്ട് 20 സെഷൻസ് ആണ് നമ്മളിവിടെ ഓരോ കുട്ടികൾക്കും ഡിഫറൻസ് വരാനുള്ള ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത്. എന്നിട്ട് ഓരോ 20 സെഷൻസും കഴിയുമ്പോൾ പാരൻ്റൽ മീറ്റിംഗ് വെക്കും. എന്നിട്ട് ഓരോ കുട്ടികൾക്കും അവരുടെ കുട്ടികൾക്കുണ്ടായ മാറ്റങ്ങൾ അവരുമായിട്ട് തന്നെ ഡിസ്കസ് ചെയ്തിട്ട് ആണ് നമ്മളിത് തെറാപ്പി കൂടെ മാറ്റിക്കൊണ്ട് വരുന്നത്.
അപ്പോൾ നിങ്ങൾ കുട്ടികൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ തെറാപ്പി കൊടുത്തിട്ടും അവർക്കൊരു ചേഞ്ച് വരുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾ ആ ഒരു തെറാപ്പി സ്റ്റോപ്പ് ചെയ്തിട്ട് ഏതാണ് കുട്ടിക്ക് ബെറ്റർ ആയിട്ടുള്ള തെറാപ്പി കൊടുക്കേണ്ടതും അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. ബിഹേവിയർ തെറാപ്പി തന്നെ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് റീഎൻഫോഴ്സ്മെൻറ്റും പണിഷ്മെൻറ്റും ഉപയോഗിച്ചിട്ടുള്ള ടാസ്കുകളാണ്. അപ്പോൾ റീഎൻഫോഴ്സ്മെൻറ്റ് പറയുമ്പോൾ കുട്ടികൾക്ക് അവർക്ക് മാറ്റേണ്ടിയിരിക്കുന്ന ഏത് സ്വഭാവമാണോ അത് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് അതിനെ നമ്മൾ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനങ്ങളോ അല്ലെങ്കിൽ ചില കുട്ടികൾക്ക് ചോക്ലേറ്റ്സ്, ചില കുട്ടികൾക്ക് ചില ടോയ്സൊക്കെ ആയിരിക്കും ഇഷ്ടം. അപ്പോൾ അതൊക്കെ നമ്മൾ ഓഫർ ചെയ്തിട്ട് ഇത്രയും ടൈം പീരീഡിൽ നീ ഈ ബിഹേവിയർ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നിനക്ക് തരാമെന്ന് ഓഫർ ചെയ്തിട്ട് ആ ടൈം പീരീഡിൽ അവൻ അത് കാണിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് ആ റീഎൻഫോഴ്സ്മെൻറ്റ് അവർക്ക് കൊടുക്കേണ്ടതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതുകൂടാതെ തന്നെ കണ്ടിജൻസി മാനേജ്മെൻറ്റ് പോലുള്ള ടെക്നിക്സ് ഉപയോഗിച്ചിട്ട് അവർക്ക് ഏത് ഏരിയയിലാണോ ബ്രെയിനിൻ്റെ ഏത് ഏരിയയിലെ പ്രശ്നങ്ങൾക്കാണോ അവർക്ക് ബുദ്ധിമുട്ടുള്ളത് ആ ഏരിയ ബൂസ്റ്റ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് കൊടുത്തിട്ടായിരിക്കും നമ്മൾ അവരെ ചേഞ്ച് ചെയ്ത് കൊണ്ടുവരുന്നുണ്ടായിരിക്കുക. അപ്പോൾ പാരൻസും അതിന് ഇൻവോൾവ് ചെയ്തിട്ട് തെറാപ്പീൻ്റെ കൂടെ തന്നെ ഹോം ട്രെയിനിങ്ങും കൊടുത്തിട്ട് നമ്മൾ തെറാപ്പീൻ്റെ കൂടെ തന്നെ നിങ്ങളും അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്കവരെ പെട്ടെന്ന് ട്രീറ്റ് ചെയ്ത് മാറ്റാവുന്നതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഓട്ടിസമുള്ള കുട്ടികളെ നേരത്തെ കണ്ടുപിടിച്ച് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത് കൂടെ തന്നെ നമുക്ക് കൃത്യമായിട്ടൊരു ട്രെയിനിങ് കിട്ടിയ കുട്ടിയെ നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുവരാവുന്നതാണ്. ഇനി നമ്മൾ ഓട്ടിസം എന്ന് പറയുന്നത് ഡിസബിലിറ്റി എന്ന് പറയുന്നതിനേക്കാൾ അവർക്ക് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ചില കഴിവുകൾ ഉണ്ടായിരിക്കും. ചില കുട്ടികൾക്ക് പാട്ട് പാടാനായിരിക്കും, ചില കുട്ടികൾക്ക് നന്നായിട്ട് മെമ്മറി പവറുള്ള കുട്ടികളുണ്ടായിരിക്കും, ചില കുട്ടികൾക്ക് നന്നായിട്ട് അക്കാഡമിക് പെർഫോമൻസ് കൂടുതലുള്ള കുട്ടികളും ഉണ്ടായിരിക്കും. ഇവിടെ വരുന്ന ചില കുട്ടികൾക്ക് നന്നായിട്ട് മെമ്മറി പവറുള്ളതും അക്കാഡമിക്സിൽ അവരുടെ ക്ലാസ്സിൽ തന്നെ ഈ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടിയാണ് അവളുടെ ക്ലാസ്സിൽ ഫസ്റ്റ്. അപ്പോൾ ഇത്തരത്തിൽ എക്സ്ട്രാ ഓർഡിനറി കഴിവുള്ള ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് അവരുടെ സ്പെഷ്യലായിട്ടുള്ള കഴിവുകൾ എന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ട് ആ ഏരിയയെ ബൂസ്റ്റ് ചെയ്യേണ്ടതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എങ്കിൽ നമുക്ക് അവരെ പുതിയ തലമുറയിലേക്ക് അവരെ വളർത്തിയെടുക്കുന്നതിനും അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങളുടെ കുട്ടികൾ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളിലും അവരുടെ സിംറ്റംസ് കാര്യങ്ങൾ മാത്രം നോക്കുകയല്ലാതെ അവരുടെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള കഴിവുകളെയും നമ്മൾ ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവരികയാണെങ്കിൽ നമുക്കൊരു ബെറ്റർ പേഴ്സണെ നമുക്ക് സൊസൈറ്റിയിലേക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ചുറ്റുപാടിലും ഇത്തരത്തിൽ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ടെന്നാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഇനി താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്സുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.